നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സകലമാന ദുരന്തവും പ്രജ്ഞാപരാധമാണ്. അറിയണം, മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായത് മനുഷ്യന്റെ പ്രജ്ഞാപരാധം കൊണ്ടാണ്. ആഗോളതാപനത്തിന്റെ ഭാഗമായി മഴ ശക്തിയിൽ പണ്ടൊക്കെ മഴ പെയ്യുന്നത് പാല് ചൊരത്തുന്നത് പോലെയായിരുന്നു. മെല്ലെ മെല്ലെയായിരുന്നു മഴ പെയ്യുന്നത്. കാരണം അതിന് തണുപ്പിച്ച് പെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ തണുപ്പിച്ചിട്ട് അല്പാൽപമായി പെയ്യുന്നില്ല. വെള്ളം കൂടുമ്പോൾ മരങ്ങൾ താഴുന്നു, ഫലാഗമത്തിനാൽ പരം നമിക്കുന്നു നവാമ്പുവാൽ ഖനം. ഖനം എന്ന് പറഞ്ഞാൽ മേഘം ഭീം എന്ന് പറഞ്ഞ് താഴോട്ട് വരിക. നിങ്ങൾ തെങ്കാശിപ്പട്ടണം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ സലീം കുമാറും ദിലീപും കൂടിയിട്ട് തൻ്റെ കാമുകിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു പശുവിൻ്റെ ഉടൽ തലക്കൂ മേലെ വെച്ചിട്ട് ദേവോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്ത് അവസാനം ഇത് പശുവിന് അടികൊള്ളുന്നു വന്നപ്പോൾ ഇവർ നേരെ ആലേ പോയി നിന്നു. പശുവാണെന്നുള്ള ധാരണയിൽ മച്ചാൻ വർഗീസ് പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് അകിട് നോക്കുമ്പോൾ അകിടില്ല. ഇത് പശു അല്ലല്ലോ, ആളല്ലേ. അപ്പോൾ അകിട് കിട്ടാതിരിക്കുമ്പോൾ തിരിച്ചറിയൊന്ന് ഭയന്നിട്ട് ഗ്ലൗസ് ഉണ്ടല്ലോ, കൈക്കിടുന്ന ഗ്ലൗസ്, അത് ഊതി വീർപ്പിച്ച് കെട്ടിയിട്ട് താത്തു കൊടുത്തു ആര്? സലീം കുമാർ. അപ്പോൾ അകിട് കിട്ടിയല്ലോ. അകിട് പിടിച്ച് വലിക്കാൻ തുടങ്ങി ആര്? അഴിക്ക് മച്ചാൻ വർഗീസ്. പിടിച്ച് വലിച്ചിട്ടും അകിട് കിട്ടാതപ്പോൾ ശക്തിയിൽ പിടിച്ചു വലിച്ചപ്പോൾ ഇയാളെ കയ്യിൽ നിന്ന് അതങ്ങ് വിട്ടുപോയി. അപ്പം ഈ അകിട് ഒന്ന് ചടന്ന് താഴോട്ട് വീണ കണ്ടിട്ട് മച്ചാൻ വർഗീസ് ബോധം കെട്ട് വീഴുന്ന രംഗമുണ്ട്. ഈ അകിട് ഒരുമിച്ച് താഴോട്ട് വീണാലുള്ള അവസ്ഥയില്ലേ, അതേപോലെയാണ് ഇപ്പം മേഘസ്ഫോടന മഴ. അറിയോ, ആകാശത്തെ മേഘങ്ങൾ അല്പാൽപമായി ചുരത്തുന്നതിന് പകരം ഒന്നിച്ച് താഴോട്ട് വരുമ്പോൾ അത് ഒന്നിച്ച് പെട്ടെന്ന് താങ്ങാൻ കരുത്തില്ലാതെയാണ് കുന്നുകൾ നിരങ്ങി താഴോട്ട് വന്നത്. അത് മനുഷ്യന്റെ പ്രജ്ഞാപരാധമാണ്. നമ്മുടെ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നത് പ്രകൃതിയുടെ വികൃതിയല്ല. എൻ്റെ നാട്ടിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം പന്നികൾ വർദ്ധിച്ചതാണ്. ഒരു കൃഷിയും നടക്കുന്നില്ല. കാട്ടുപന്നികൾ വർദ്ധിച്ചു. നാട്ടിലാണിപ്പോൾ കാട്ടുപന്നി, ഇപ്പം നാട്ടിലാണ്. ഈ കാട്ടുപന്നികൾ വർദ്ധിച്ചതിൻ്റെ കാരണം മനുഷ്യനാണ്. എങ്ങനെ? പന്നി പെറ്റിട്ടാതെല്ലാം കുറുക്കന്മാർ തിന്നുകളിയായിരുന്നു. പന്നി പെറ്റിട്ട് പോയ കുറുക്കന്മാർ കാത്തു നിൽക്കും. പന്നിയുടെ വംശവർദ്ധനവ് തടയുന്ന കുറുക്കന്മാരാണ്. ഇപ്പൊ കുറുക്കന്മാർ കാട്ടിലിരിക്കുന്നില്ല. അവർക്ക് പന്നിക്കുട്ടികളെ വേണ്ട. കാരണം ഇഷ്ടംപോലെ ഇറച്ചീൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കുറുക്കന്മാരെല്ലാം ടൗണിലും നാട്ടിലുമാണ്. അതുകൊണ്ട് കാട്ടിലെ പന്നി പ്രസവിക്കുന്നു നോക്കി കുറുക്കന്മാർ നോക്കുന്നില്ല. അതുകൊണ്ട് പന്നികളുടെ എണ്ണം വർദ്ധിച്ചു. നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടുപോയിട്ട് തള്ളുന്നത് കൊണ്ട് നമ്മുടെ മാംസോപയോഗം വർദ്ധിച്ചതിൻ്റെ ഭാഗമായി ഇഷ്ടംപോലെ വേസ്റ്റ് തിന്നാൻ കിട്ടിയപ്പോൾ കുറുക്കന്മാർ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ പന്നി വർദ്ധിച്ചു. മനസ്സിലായോ? അതും നമ്മുടെ പ്രജ്ഞാപരാധമാണ്.